യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബ്ലോക്ക് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ എന്നിവരെ പോലീസ് കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് പ്രവർത്തകരും പോലീസും വാക്കുതർക്കമുണ്ടായി. 5ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പുതുക്കാട് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം നടന്നത്. തുടർന്ന് നടന്ന ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരൺ ബേബി, പ്രതീഷ് പണ്ടാരത്തിൽ, ജിജോ പുന്നക്കര എന്നിവർ പ്രസംഗിച്ചു. അതിന്റെ അധികൃതരെ കണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ അപേക്ഷിച്ചാൽ നിങ്ങൾ ഇനിയും ഒരുപാട് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ കാണേണ്ടി വരും. തെരുവിലും നിങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെ കാണേണ്ടി വരുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് മാളത്തിൽ ഒളിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം മുന്നോട്ട് പോവുക എന്ന് വലിയ സംശയത്തിന്റെ നിലയിൽ നിൽക്കുകയാണ്. പണ്ട് K കരുണാകരൻ കേരളത്തിൽ തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നമുക്കറിയാം വലിയ കാടായിരുന്ന സ്ഥലം, കുറുക്കന്മാരുണ്ടായിരുന്ന സ്ഥലം, നായ്ക്കളുണ്ടായിരുന്ന സ്ഥലമൊക്കെ ആയിരുന്ന സ്ഥലത്തെ കൃത്യമായി എടുത്ത് വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച് കേരളത്തിന് മാതൃകയായി പിന്നീട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പാവങ്ങളുടെ പടത്തലവൻ അധികാരത്തിലെത്തി കേരളത്തിലേക്ക് മെഡിക്കൽ കോളേജ് അനുവദിച്ച്